എടുക്കും ഗൈസ്. ഈ യാത്ര ചെന്ന് എത്താൻ പോകുന്നത് അരീക്കൽ വാട്ടർഫാൾസിലാണ്. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ആണ് അരീക്കൽ വാട്ടർഫാൾസിലേക്ക് ഉള്ളത്. ഇത്രയും അടുത്തൊരു സ്ഥലം കിടന്നിട്ടും ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദ യെറ്റ് അനദർ വ്ലോഗ് ഓഫ് അരീക്കൽ. വാട്ടർഫാൾസ് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് മഴക്കാലത്ത് തന്നെയാണ്. കാരണം അത്രയും വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കാണാൻ രസമുള്ളത് മഴക്കാലത്താണ്. ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമ്മളിതാ അരീക്കലെത്തി. സൺഡേ ആണ് പോയത്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് സീസണും കൂടി ആയിരുന്നു. സൂചി കുത്താൻ ഇടയില്ലായിരുന്നു. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഡേയ്സിലൊക്കെ നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ തിരക്ക് ഇത്രയും ഉണ്ടാവില്ല. സൺഡേസ് ഓൾവേസ് നമുക്കറിയാം ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലാണെങ്കിലും തിരക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് വിഷ്ണുവാണ് ആക്ച്വലി. സോ നിങ്ങൾക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഞാൻ എടുക്കുന്ന പോലെ റോ വിഷ്വൽസ് ആയിരിക്കില്ല ഇതിനകത്ത് കൂടുതലുള്ളത്. ഈ ഒരു ജനക്കൂട്ടം കണ്ട് ഞങ്ങൾ പേടിച്ചു പോയെങ്കിലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളത്തിൽ ചാടാൻ വേണ്ടി വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന പകുതി ആൾക്കാരൊന്നും വെള്ളത്തിലുണ്ടാവില്ല. അതിൻ്റെ പകുതി പോലെ ആൾക്കാർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കും പോകുകയില്ല. പാറ ആയതുകൊണ്ട് ആസ് യു ഓൾ നോ കുറച്ച് സ്ലിപ്പറിയാണ്. ഒന്നാമത് വെള്ളത്തിലും കൂടെയാണ്. പക്ഷെ നമുക്ക് ആദ്യമൊന്നും കയറാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ വലിഞ്ഞ് കയറി. എനിക്ക് കയറാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ, ചെയ്ത് കാണിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടാവുക. എൻ്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഹരിത ഉണ്ടായിരുന്നു. ഞാൻ കുറേ തവണ വിളിച്ച ആ പോയിന്റിലേക്ക് എൻ്റെ കൂടെ വന്നിരിക്കാം. പക്ഷെ എൻ്റെ ഏത് ആൾ കയറി വരുന്നുണ്ടായിരുന്നു. ഇതൊരു സാഹസിക പ്രകടനമാണോ? ഇത്ര പൊക്കി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ദിസ് ഇസ് എ നോർമൽ തിങ്. ആർക്കും കയറാവുന്നതേ ഉള്ളൂ. പക്ഷെ സ്വന്തമായിട്ട് കയറുമ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ എൻഷുർ ചെയ്തിട്ട് കയറാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കരമായിട്ട് സ്ലിപ്പറിയാണ് അവിടെയെല്ലാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ കൈ പിടിച്ച ചേട്ടൻ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കുന്നു. ഒരിക്കലും അല്ല. അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടൊരു ചേട്ടനാണ് അത്. കാരണം ആ ചേട്ടൻ്റെ വൈഫിനെ ഞാനും കൂടി സഹായിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കയറ്റിയിരുത്തിയത്. സോ അതിൻ്റെ നന്ദിയാണ് ആ ചേട്ടൻ കാണിക്കുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ചിട്ട് ഞാൻ പിന്നെ പതുക്കെ ബൈ ബൈ. വെള്ളത്തിലിറങ്ങുന്ന ഗേൾസ് പേടിക്കാനൊന്നുമില്ല. അവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമുണ്ട് ഫോർ ഗേൾസ് ആൻഡ് ഫോർ ബോയ്സ് ഓൾസോ. പിന്നെ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ വിശക്കുകയാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വരാം. പക്ഷേ ഒന്ന് കാര്യം ഓർക്കുക, വേസ്റ്റ് ഒന്നും അവിടെ ഇടാതെ. നമ്മൾ അരീക്കൽ പോയ സമയത്ത് ഒരു ഡെസ്റ്റിനേഷനും കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊച്ചരീക്കൽ കേവ്സ് ആണ്. ഇത് അരീക്കലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചും കൂടി ഒരു ഡെൻസർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു കൊച്ചരീക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻസൈഡ് ഒരു വാട്ടർ ബോഡിയും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ 2 ലൊക്കേഷനും കവർ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ അപ്പൻ്റെ ഫാമിലിയുടെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മയുടെ പിറന്നാളായിരുന്നു അന്ന്. ആൻഡ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ആക്ച്വലി ഞാൻ ബർത്ത്ഡേകളുടെ കൂടെയുള്ളൊരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. സോ ഐ എം വൈൻഡിങ് അപ്പ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.